الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു, ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, തഖ്വയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിത ഇടപാടുകളെ മുഴുവനും നിലനിർത്തിക്കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാൻ റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരുടെ കൂട്ടത്തിൽ, അഥവാ അല്ലാഹു ഇഷ്ടപ്പെട്ട അവന്റെ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പിന്നിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മെ വിലയിരുത്തേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും ചില സംഗതികൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. റമദാൻ നമുക്കറിയാവുന്നതുപോലെ ഖുർആനിന്റെ മാസമായിരുന്നു. ഖുർആനുമായി ധാരാളമായി നമ്മൾ ഇടപഴകിയ മാസമായിരുന്നു. നമ്മളിൽ പലരും ഒന്നിലധികം തവണ ഖത്മ തീർത്തവരായിരുന്നു. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയവരായിരുന്നു. പ്രിയമുള്ളവരെ, 8-9 ദിവസം റമദാനിന് ശേഷം കടന്നുപോയപ്പോൾ ആ ബന്ധം മുറിഞ്ഞുപോയോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റമദാൻ അവസാനിച്ചാലും ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഖുർആൻ അവതീർണമായതിന്റെ പേരിൽ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കാൻ, പടച്ചവന്റെ മഹത്വം പ്രകീർത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ കൂടിയാണ് റമദാനിൽ അള്ളാഹു നമ്മോട് നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ റമദാനിൽ ഖുർആന് വേണ്ടി നമ്മൾ സമയം നീക്കിവെക്കുകയും റമദാൻ പിന്നിടുന്നതോടുകൂടി ഖുർആൻ തന്നെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രത്യേകമായി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത്. ഈ 8-9 ദിവസങ്ങൾക്കുള്ളിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞുപോയോ എന്ന് നമ്മൾ വിലയിരുത്തണം.
പ്രിയമുള്ളവരെ, അങ്ങനെ അകന്നു പോകേണ്ടതോ അറ്റുപോകേണ്ടതോ ആയ ബന്ധമാണോ അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ അള്ളാഹുവുമായുള്ള നമ്മുടെ കണക്ഷൻ, റബ്ബുമായുള്ള നമ്മുടെ കണക്ഷൻ നിലനിർത്തുന്നിടത്തും അത് മെച്ചപ്പെടുത്തുന്നിടത്തും നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും റമദാൻ അവസാനിക്കുമ്പോൾ അറ്റുപോകേണ്ട ബന്ധമല്ലല്ലോ. പരിശുദ്ധ ഖുർആനുമായുള്ള വിശ്വാസിയുടെ ബന്ധം റമദാനിൽ ഖത്തമ് തീർക്കുന്നതിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട ബന്ധവുമല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി നമുക്കുണ്ടാകേണ്ട ബന്ധം വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ബന്ധവുമല്ല. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായുള്ള നമ്മുടെ ബന്ധം അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോകേണ്ട ബന്ധമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പഠനവും മനനവും ആ ബന്ധത്തിന്റെ താല്പര്യമാണ്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്തും തിലാവത്തും തദബ്ബുറും തഫഖുഹും ഒക്കെ വിശുദ്ധ ഖുർആൻ നമ്മിൽ നിന്നും അഥവാ അതിന്റെ അനുയായികളായ വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ബന്ധമാണ്. നമ്മുടെ ജീവിത മൈതാനിയിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ അപ്ലൈ ചെയ്യുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും എത്ര കണ്ട് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം അത് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന ബന്ധമാണ്. നമ്മുടെ കർമ്മജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ വിശുദ്ധ ഖുർആനിന് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിശുദ്ധ ഖുർആനിന് ജീവിത ഇടപാടുകളിൽ ഇടപെടാൻ ഇടം അനുവദിക്കാത്ത അവസ്ഥ ഒരു സത്യവിശ്വാസിക്ക് സംഭവിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഈ ജീവിതത്തിൽ, ഐഹിക ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെളിച്ചവും വഴികാട്ടിയും ആകണം വിശുദ്ധ ഖുർആൻ. അങ്ങനെ എന്റെയും നിങ്ങളുടെയും ഒക്കെ മുന്നിൽ നടക്കുന്ന, വഴി കാണിക്കുന്ന, നമുക്ക് വെളിച്ചമായി തീരുന്ന അവസ്ഥ വിശുദ്ധ ഖുർആൻ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കണം. പ്രിയമുള്ളവരെ, അൽ ഖുർആനു ഇമാമി എന്നത്, എന്റെ വഴികാട്ടി ഖുർആനാവുക എന്നത് മരിച്ചതിന് ശേഷം നമ്മൾ ഖബറിലെത്തിയിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഖുർആൻ വഴി കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ബർസഖിൽ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മൻ ഇമാമുക്ക എന്ന് അള്ളാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോൾ വൽ ഖുർആനു ഇമാമി, എന്നെ വഴികാട്ടിയത്, എനിക്ക് മാർഗദർശനം നൽകിയത്, ഞാൻ വഴി കണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നായിരുന്നു എന്ന് പറയാൻ നമ്മുടെ നാവും ചുണ്ടും ഉയരുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ബർസഖിലെത്തിയിട്ട് സംഭവിക്കേണ്ടതല്ല, ഇവിടെ നിന്ന് സംഭവിക്കേണ്ടത്, വഴി കാണിക്കേണ്ടത് ദുനിയാവിലെ ജീവിതത്തിലാണ്. പ്രിയമുള്ളവരെ, ഖുർആനിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്യപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാവുക എന്നതായിരിക്കണം എന്റെയും നിങ്ങളുടെയും നിലപാട്. അള്ളാഹുവിങ്കിൽ നിന്നും ലഭിച്ച പരിശുദ്ധ ഖുർആൻ നമുക്ക് ആദ്യമായി പകർന്നു കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയായിരുന്നു. ആ പ്രവാചക ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഖുർആൻ ഡിസൈൻ ചെയ്ത ജീവിതമായിരുന്നു റസൂലുള്ളാഹി. ഖുർആനിന് ഡിസൈൻ ചെയ്യാൻ വിട്ടുകൊടുത്ത ജീവിതം, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവവും ജീവിതവും ഖുർആനായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹാബി സമൂഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പകർന്നു നൽകിയതും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസഹഫിൽ നിന്നും 100 കണക്കിനും 1000കണക്കിനും കോപ്പികൾ എടുത്തു ഖുർആനിന്റെ. അത് കടലാസുകളിൽ മഷി ഉപയോഗിച്ചുകൊണ്ട് പകർപ്പെടുക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ പകർപ്പുകളുമായിരുന്നില്ല റസൂലുള്ളാഹി എടുത്തത്. മറിച്ച് പ്രവാചകൻ ഖുർആനിന്റെ കോപ്പികൾ എടുത്തത് ജീവിത പതിപ്പുകളായിരുന്നു. ഖുർആനിന്റെ ലിവിംഗ് എഡിഷനുകൾ, ഭൂമിയിൽ ജീവിക്കുന്ന ഖുർആനുകളായിരുന്നു പ്രവാചകൻ സാധിച്ചെടുത്തത്. സഹാബി സമൂഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചരിത്രം കോറിയിട്ട വാചകം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. കാനു യതദബ്ബറൂനഹാ ഫിൽ ലൈൽ വയുൻഫിദൂനഹാ ബിന്നഹാർ, രാത്രികൾ അവരതിനെ പഠിക്കുകയും പകലിൽ അവരതിനെ പകർത്തുകയുമായിരുന്നു. രാത്രികളിൽ അവരതിനെ പഠിക്കുകയും പകലിൽ അവരതിനെ പ്രയോഗവൽക്കരിക്കുകയുമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റഅഉൽ ഖുർആന റസായിലു മിർ റബ്ബിഹിം, അവർ പരിശുദ്ധ ഖുർആനിനെ കണ്ടത് പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങളുടെ അഡ്രസ് ചെയ്തുകൊണ്ടയച്ച കത്തുകളായിട്ടാണ്. റഅഉൽ ഖുർആന റസായിലു മിർ റബ്ബിഹിം, തങ്ങളുടെ നാഥനിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച എഴുത്തുകളായിട്ടാണ്, കത്തുകളായിട്ടാണ് അവർ ഖുർആനെ കണ്ടത്. അതവരുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും പിടിച്ചടക്കി എന്നതാണ് ചരിത്രം. അങ്ങനെ ആ ജനതയുടെ ജീവിതത്തെ വിശുദ്ധ ഖുർആൻ അപ്പാടെ മാറ്റിപ്പണിഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്.
അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒന്നുമല്ലാതെ കഴിഞ്ഞു പോകുമായിരുന്ന ഒരു ജനത ലോകത്ത് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ വിറപ്പിച്ച വൻ സാമ്രാജ്യങ്ങൾ അവർക്ക് മുമ്പിൽ വിറകൊണ്ടത് അങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഒരു നൂറ്റാണ്ടിന്റെ 1/3 കൊണ്ട് ലോകത്തിന്റെ 1/3 ഭാഗത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയോളം അത് വികസിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പിന്നീട് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഉമ്മത്ത് മുസ്ലിമ പിറകോട്ട് പോയപ്പോ, അകന്നു മാറിയപ്പോ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഇസ്ലാമിക സമൂഹത്തെ അകറ്റുക എന്ന ഇസ്ലാമിന്റെ പ്രതിയോഗികളുടെ തന്ത്രം വിജയം വരിച്ചപ്പോ ഈ സമുദായത്തിന്റെ അധപ്പതനത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കി എന്ന് നമ്മൾ കാണണം. എന്നാൽ നൂറ്റാണ്ടുകൾ ധാരാളം പിന്നിട്ടെങ്കിലും പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവുമില്ലാതെ, ഒരുവിധ വെട്ടിമാറ്റലുകളോ ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ എന്റെയും നിങ്ങളുടെയും കൈകളിൽ നിന്നുണ്ട്. പരിവർത്തനത്തിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ ശേഷിയുണ്ടല്ലോ, അതിന്റെ കഴിവ്, അതിനൊരു ക്ഷതവും സംഭവിച്ചിട്ടില്ല, ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പ്രയോജനപ്പെടുത്തേണ്ടവർ പരിശുദ്ധ ഖുർആനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നത് മാത്രമാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, പ്രയോജനപ്പെടുത്തേണ്ടവർ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്താണ്. റബ്ബിന്റെ റസായിലുകളായി പടച്ചവൻ നമ്മുടെ പേരിൽ അഡ്രസ് എഴുതി അയച്ച ലെറ്ററുകളായി പരിശുദ്ധ ഖുർആനിനെ കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്, പരിശുദ്ധ ഖുർആനിന് അർഹിക്കുന്ന പരിഗണന നൽകുവാൻ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഖുർആനിന് അർഹിക്കുന്ന പരിഗണന നൽകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വയം വിലയിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിന് നൽകിയ പരിഗണനയും പ്രാധാന്യവും എത്രമാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പടച്ചവൻ ഈ ഗ്രന്ഥത്തിന് നൽകിയ പരിഗണന എത്രമാത്രമാണ് നമ്മൾ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിനെ പടച്ചവൻ സൂക്ഷിച്ചു വെച്ചത് എങ്ങനെയായിരുന്നു? ഈ ഖുർആനിനെ അള്ളാഹു സൂക്ഷിച്ചു വെച്ചത് വളരെ സുരക്ഷിതമായ ഒരു ഫലകത്തിലായിരുന്നുവെന്ന്. ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ലൗഹുൻ മഹ്ഫൂദിൽ അഥവാ സുരക്ഷിതമായ ഫലകത്തിൽ ഒരക്രമിക്കും ചോർത്തിയെടുക്കാൻ കഴിയാത്ത വിധം, യാതൊരു ശക്തിക്കും ഒരക്ഷരമോ ഒരു വാചകമോ വെട്ടിച്ചേർക്കാനോ കൂട്ടിച്ചേർക്കാനോ കഴിയാത്ത വിധം വളരെ സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ഗ്രന്ഥത്തെ സൂക്ഷിച്ചു വെച്ചത്. ഒരു വൈറസ് ബാധയും ഏൽക്കാത്ത വിധം, ഒരു ഫംഗസും അതിലേക്ക് കടക്കാത്ത വിധം, ഒരക്ഷരമെങ്കിലും മായ്ക്കപ്പെടുകയോ തെളിയാതിരിക്കുകയോ ചെയ്യാത്ത വിധം അതിസൂക്ഷ്മമായ സുരക്ഷിതമായ ഫലകത്തിലാണ് അത് സൂക്ഷിച്ചു വെച്ചത് എന്ന് സൂറത്ത് ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറ അബസയിൽ കുറെ കൂടി വിശദമായി തന്നെ അല്ലാഹു അത് പറയുന്നുണ്ട്. കല്ല ഇന്നഹാ തദ്കിറ, അല്ല, ഒരിക്കലുമല്ല, ഇതൊരു വ്യക്തമായ ഉത്ബോധനമാണ്. ഫമൻ ശാഅ ദക്കറ, ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം, അതിന്റെ പ്രയോജനം ആഗ്രഹിക്കുന്ന ആർക്കും അത് ഉൾക്കൊള്ളാം, അത് സ്വീകരിക്കാം. ഫീ സുഹുഫിൻ മുകറമ, വളരെ ആദരണീയമായ ഏടുകളിലാണ് ഈ ഗ്രന്ഥം അടുക്കി വെച്ചിരിക്കുന്നത്. ആദരണീയം മാത്രമല്ല, മർഫൂഅത്തിൻ മുതഹറ, വളരെ ഉന്നതവും പവിത്രവുമായ ഏടുകളിലാണ് അതുള്ളത്. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളാണ് അതിന്റെ സൂക്ഷിപ്പ് ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ. ബി ഐദി സഫറ കിറാമിൻ ബററ, വളരെ മാന്യരായ വളരെ വിശുദ്ധരായ എഴുത്തുകാരുടെ കൈകളിലാണ് അതിന്റെ സൂക്ഷിപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ അളവ് പോലും വ്യതിചരിക്കാത്ത വ്യക്തിത്വങ്ങളാണ് മലായിക്കത്തുകൾ. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൂക്ഷിപ്പ് ചുമതല ഏൽപ്പിച്ചത്. സൂറത്ത് വാഖിയയിൽ ഒരു വാചകമുണ്ട്, ഈ കിതാബിൻ മക്നൂൻ, നല്ല മൂടിയുള്ള സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട പ്രമാണമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ അല്ലാഹു കാണിച്ച ശ്രദ്ധയും സൂക്ഷ്മതയും എത്രയാണ് നമ്മൾ നോക്കുക. പരിശുദ്ധ ഖുർആന് പടച്ചവൻ നൽകിയ പരിഗണന എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി ആ സുഹുഫിൻ മുകറമയിൽ അഥവാ ആദരണീയമായ ഏടുകളിൽ നിന്നും, ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും, ആ കിതാബും മക്നൂനിൽ നിന്നും ഇത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നത്. മലക്കുകളുടെ നേതാവ് സയ്യിദുൽ മലായിക അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിശേഷണം റൂഹുൽ അമീൻ എന്നാണ്. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ. വിശുദ്ധ ഖുർആനുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നത് റൂഹുൽ അമീനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ ആത്മാവാണ്. അതുകൊണ്ട് യാതൊരുവിധ ഭേദഗതികൾക്കും അതിൽ ഒരു സാധ്യതയുമില്ല. റൂഹുൽ ഖുദുസ് എന്ന് സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറയുന്നുണ്ട്. റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ആത്മാവ് എന്നാണ്.
ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക ബിൽ ഹഖ്. പടച്ച റബ്ബിങ്കിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരെയാണ്? അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർമ്മലമായ പവിത്രമായ ഹൃദയത്തിലേക്കാണ് വിശുദ്ധനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അത് കൊണ്ടുകൊടുക്കുന്നത്. ഖുൽ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്. റസൂലുള്ളാഹിന്റെ പവിത്രമായ ഹൃദയമാണ്, അഥവാ വിശ്വസ്തമായ ആത്മാവിൽ നിന്നും അത് ഏറ്റുവാങ്ങുന്നത് വിശുദ്ധമായ ഹൃദയമാണ്. വിശ്വസ്തനായ ആത്മാവിൽ നിന്നും അത് ഏറ്റുവാങ്ങുന്നത് വിശുദ്ധമായ ഒരു ഹൃദയമാണ്. വിശുദ്ധമായ ശരീരത്തിലുള്ള വിശുദ്ധമായ ഹൃദയം, വിശുദ്ധമായ ശരീരം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലല്ലാത്ത ഒന്നിന്റെ മുമ്പിലും കുമ്പിട്ടിട്ടില്ലാത്ത ശരീരമാണ് റസൂലുള്ളാഹിന്റേത്. ഒരിക്കൽ പോലും മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉള്ളിലേക്ക് ചെന്നിട്ടില്ലാത്ത വളരെ പവിത്രമായ ശരീരമാണ് റസൂലുള്ളാഹിന്റേത്. മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ ഒരു തരിമ്പ് പോലും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വിശുദ്ധമായ ശരീരമാണ് പ്രവാചകന്റേത്. അധാർമികമായ ഒരു പാപങ്ങളും ഒരു സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും വന്നുപോയിട്ടില്ലാത്ത ശരീരമാണത്. ചെറുപ്പത്തിൽ പോലും നഗ്നത വെളിപ്പെടുത്താൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ശരീരമാണത്. ഒരിക്കൽ മാത്രം ജീവിതത്തിൽ ചെറുപ്പത്തിൽ അതിന് നിർബന്ധിക്കപ്പെട്ടപ്പോ ബോധക്ഷയം സംഭവിച്ച് വീണുപോയ ശരീരമാണത്. അഥവാ ഞാൻ പറയുന്നത് വിശുദ്ധമായ ശരീരത്തിനെ, വിശുദ്ധമായ ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധനും വിശ്വസ്തനുമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും പരിഗണനയുമാണ് കാണിച്ചത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അവതരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആദ്യകാലത്ത് തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു തന്ന ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മറന്നുപോയോക്കുമോ എന്ന് റസൂലിന് വല്ലാതെ ആശങ്ക ഉണ്ടാവുകയാണ്. ജിബ്രീലിൽ നിന്നും വന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ വചനങ്ങൾ താൻ മറന്നുപോകുമോ എന്ന ഒരു ആശങ്ക പ്രവാചകൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് വഹീ സ്വീകരിക്കുമ്പോൾ തന്നെ അത് ഹിഫ്ദ് ആകാൻ വേണ്ടി പ്രവാചകൻ വളരെ സാഹസപ്പെട്ടിരുന്ന ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും, ലാ തുഹർരിക് ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉൽ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നബിയെ, താങ്കൾ ഈ വിശുദ്ധ വചനങ്ങൾ വളരെ തിടുക്കപ്പെട്ടുകൊണ്ട് ധൃതിയിൽ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി താങ്കൾ അങ്ങനെ നാവ് പിടപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാ തുഹർരിക് ലിസാനക ലിതഅജല ബി, അങ്ങനെ നാവ് പിടപ്പിച്ച് വളരെ തിരക്കൂട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് താങ്കൾ ഇതിനെ മനഃപ്പാഠമാക്കാൻ വേണ്ടി പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉൽ ഖുർആന, അത് ഓർമ്മിപ്പിച്ചു തരേണ്ടതും അത് വായിച്ചു കേൾപ്പിക്കേണ്ടതുമൊക്കെ നമ്മുടെ ചുമതലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആശ്വസിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നാം അത് വായിച്ചു തരുമ്പോൾ താങ്കളെ നാം അത് ഫഇദാ ഖറഅനാഹു ഫത്തബിഉൽ ഖുർആന, വളരെ ശ്രദ്ധയോടുകൂടി താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോ ഓതിക്കൊണ്ട് കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആണെങ്കിലും അതിൽ ഒരക്ഷരം പോലും ജിബ്രീലിന്റെ സ്വന്തം വകയായി ഓതിക്കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുന്നത് പോലെ റസൂലുള്ളാഹിയോട് പറയുന്നത്, നാം അത് കേൾപ്പിക്കുമ്പോൾ, നാം അത് താങ്കളെ ഓതി കേൾപ്പിക്കുമ്പോൾ ഫൈദാ ഖറഅനാഹു ഫത്തബിഉൽ ഖുർആന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ജിബ്രീലിന്റേതായി ഒരക്ഷരം പോലും അതിലില്ല എന്നാണ്. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നെ അതിന്റെ താല്പര്യം വിശദീകരിച്ചു തരേണ്ടതും നമ്മുടെ തന്നെ ചുമതലയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറയുകയാണ്. അപ്പോ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് അത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് സുരക്ഷിതമാക്കുകയും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും മാത്രമല്ല, ഖുർആനിന്റെ ഓരോ വിധിയുടെയും താല്പര്യം എന്താണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ച് തരുമെന്നുകൂടി അല്ലാഹു പ്രവാചകനോട് വാഗ്ദാനം ചെയ്യുകയാണ്. അഥവാ പ്രത്യക്ഷ വഹീന്റെ കൂടെ പരോക്ഷ വഹീ കൂടി, പരോക്ഷ വഹീ കൂടി. ആദ്യത്തേത് ഖുർആനാണ്, രണ്ടാമത്തേത് സുന്നത്താണ്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ എന്ന് വിശുദ്ധ ഖുർആൻ അഥവാ പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീറാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീറാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്തിന്റെ പ്രാമാണികതക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിടുകയാണ്. കാരണം ഇത് കേവലം ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുക മാത്രം ചെയ്യേണ്ട വചനങ്ങളല്ല, ഇത് വിശദീകരിച്ചു തരികയും ഇത് അപ്ലൈ ചെയ്യുകയും ഇത് ജീവിത മൈതാനിയിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് സുമ്മ ഇന്ന അലൈനാ ബയാന, ഇത് എങ്ങനെയാണ് ജീവിത മൈതാനിയിൽ പ്രയോഗവൽക്കരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായി താങ്കൾക്ക് നാം വിശദീകരിച്ചു തരുന്നതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ
പ്രിയമുള്ളവരെ, ഇത് ഓതലും ഓദിക്കലും മാത്രമല്ല, ഇത് പഠിക്കലും പ്രയോഗവൽക്കരിക്കലും കൂടിയായിരുന്നു പ്രവാചകന്റെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള കേവലം ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി വന്ന നബിയായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനുമായിരുന്നില്ല. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സാധാരണ വർത്തമാനങ്ങൾ നാവുകളിൽ നിന്നും കാതുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, സാധാരണ വർത്തമാനങ്ങൾ നാവുകളിൽ നിന്നും കാതുകളിലേക്കാണ് എത്തിക്കുകയെങ്കിൽ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചക ഹൃദയത്തിൽ നിന്നും സഹാബികളുടെ ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത്. മിനൽ ഖൽബി ഇലൽ ഖൽബ്, മിനൽ ഖൽബി ഇലൽ ഖൽബ്, ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. അങ്ങനെയാണ് അത് ബൈ ഹാർട്ട് ആകുന്നത്. അഥവാ ഹൃദയം സൂക്ഷിക്കുകയും ജീവിതം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഖുർആൻ. അങ്ങനെയാണ് നമ്മൾ ഖുർആനിന്റെ ആദ്യകാല പതിപ്പുകളായ സഹാബി സമൂഹത്തിന്റെ ജീവിതം നമ്മൾ കാണുന്നത്. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആനിനെ കടത്തിവിടുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ഖുർആനുമായുള്ള ബന്ധത്തെ ഈ ഒരു ഹൃദയബന്ധമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ശാന്തമായി ആലോചിക്കേണ്ടതുണ്ട്. അതല്ല കേവലം ബാഹ്യമായ ഉപരിപ്ലവമായ കേവലം നാവുകളും ചുണ്ടുകളും മാത്രം ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ ചലിക്കുന്ന ഒരു പരിമിതമായ ബന്ധം മാത്രമാണോ ഞാൻ നിങ്ങളും ഖുർആനുമായി ഉള്ളത്? നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഖുർആനുമായുള്ള വിശ്വാസികളുടെ ബന്ധം കേവലം ഖിറാഅത്തിൽ പരിമിതപ്പെടേണ്ട ബന്ധമല്ല. അത് ഖിറാഅത്തിൽ നിന്നും തിലാവത്തിലേക്ക് വികസിക്കണം. ഖിറാഅത്തിൽ നിന്നും തിലാവത്തിലേക്ക് വികസിക്കണം. തല എത്തുലു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം അനുധാവനം ചെയ്യുക, പിന്തുടരുക എന്നതാണ്. അക്ഷരങ്ങളെ കേവലം നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും പിന്തുടരൽ മാത്രമല്ല, മറിച്ച് ജീവിതം കൊണ്ട് വിശുദ്ധ വചനങ്ങളെ പിന്തുടരലാണ്. അഥവാ ജീവിതം തന്നെ ഖുർആൻ ആയിത്തീരലാണ്. ജീവിതം തന്നെ ഖുർആൻ ആയിത്തീരലാണ്. അതിലേക്കുള്ള പ്രഥമ കാൽവെപ്പ് മാത്രമാണ് പരിശുദ്ധ ഖുർആനിന്റെ വായനയും പഠനവും എന്ന് മനസ്സിലാക്കണം. അതിനുപോലും സമയം നീക്കിവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അറിയണം, പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മളോടുള്ള ആദ്യത്തെ കൽപ്പന തന്നെ നമ്മൾ അനുസരിക്കാൻ സന്നദ്ധമല്ല എന്നാണ് നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. പടച്ചവന്റെ മനുഷ്യരോടുള്ള നമ്മോടുള്ള ആദ്യ കൽപ്പന തന്നെ അനുസരിക്കാൻ നമ്മൾ സന്നദ്ധമല്ല എന്നാണ് നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തെ തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങളാൽ മാറ്റിമറിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ഇംഗിതത്താൽ മാറ്റിപ്പണിയാൻ വേണ്ടി പടച്ചറപ്പ് അവതരിച്ച അവസാന വേദഗ്രന്ഥത്തിലെ 6234 ആയത്തുകളിൽ ആദ്യമായി അവതരിച്ച ആയത്ത് തന്നെ വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന അള്ളാഹുവിന്റെ കൽപ്പന ഇഖ്റ, നീ വായിക്കുക എന്നാണ്. അതും ഒന്നല്ല 2 തവണ ആവർത്തിക്കുകയാണ്. ആദ്യമായി അവതീർണമായ 5 സൂക്തങ്ങളിൽ ഒരൊറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നിന്നും ആദ്യമായി അവതരിപ്പിച്ചു കൊടുത്ത 5 ആയത്തുകളിൽ ഒരൊറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ. അത് തന്നെ 2 തവണ ആവർത്തിച്ചു. അത് നിങ്ങൾ നമസ്കരിക്കൂ എന്നായിരുന്നില്ല, അത് നിങ്ങൾ നോമ്പെടുക്കൂ എന്നായിരുന്നില്ല, നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ, ഹജ്ജ് ചെയ്യൂ എന്നല്ല. അതൊക്കെ പിന്നീട് വരുന്ന കൽപ്പനകളാണ്. ആ കൽപ്പന ഇഖ്റ, നീ വായിക്കൂ എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ വായിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനുമായി ഇടപഴകാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നുവെങ്കിൽ, അതിലൂടെ നാം പറയുന്നത് എന്റെ റബ്ബിന്റെ ഒന്നാമത്തെ കൽപ്പന തന്നെ അനുസരിക്കാൻ എനിക്ക് സമയമില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യ കൽപ്പന അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ദുരവസ്ഥ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാൻ പാടില്ല എന്നാണ് വളരെ ഗുണകാംക്ഷയോടുകൂടി സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വായിക്കുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മൾ അറിയാം, വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഖുർആൻ, ഒരു ഗ്രന്ഥത്തിന്റെ പേര് തന്നെ വായന എന്ന് സ്വീകരിച്ച ഖുർആൻ എന്ന് പറഞ്ഞാൽ വായന എന്നാണ് അർത്ഥം. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വഴി കാണിക്കാൻ വേണ്ടി വന്ന വിശുദ്ധ ഖുർആനിന്റെ പേര് തന്നെ വായന എന്നാണ്. 5 സൂക്തങ്ങളിൽ 2 തവണ വായനയെ കുറിച്ച് പറയുന്നു, ഒരിക്കൽ 1 തവണ പേനയെ കുറിച്ച് പറയുന്നു. അല്ലെ, ആദ്യമായി അവതീർണമായ 5 ആയത്തുകളിൽ 2 തവണ വായനയെ കുറിച്ചും 1 തവണ പേനയെ കുറിച്ചും പറയുകയാണ്. എന്നല്ല ലോകത്ത് ഒരു ഗ്രന്ഥം നമ്മൾ അറിയുക ഇന്ന് ഇത്ര ആധികാരികമായി പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനല്ലാതെ മറ്റേത് ഗ്രന്ഥമാണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. അത് അമേരിക്കൻ ഉപഭൂഖണ്ഡങ്ങളിലായാലും യൂറോപ്യൻ വൻകരയിലായാലും ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇന്ന് ധാരാളമായി ആളുകൾ പഠിക്കുകയും ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അവതീർണമായതിനു ശേഷമുള്ള മനുഷ്യ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഖുർആൻ ഒരു സുപ്രധാന ചർച്ചാ വിഷയമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
നമുക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട് ഖുർആൻ പഠിക്കാൻ അറബി ഭാഷ അറിയൽ നിർബന്ധമാണ്. അറബി അറിയുന്നവർക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുകയുള്ളൂ. ആ തെറ്റിദ്ധാരണ നമ്മൾ തീർക്കണം. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിവെക്കണം. ഖുർആൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഒരു അധ്യായത്തിൽ 4 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂറത്തുൽ ഖമർ എടുത്ത് വായിച്ചു നോക്കൂ. ഒരു അധ്യായത്തിൽ അല്ലാഹു 4 തവണയാണ് ഇത് ആവർത്തിച്ചിട്ടുള്ളത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നമ്മുടെ ചിന്തയെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഖുർആന് നേരെ തിരിച്ചു വെച്ചാൽ തീർച്ചയായും ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ആവർത്തിച്ച് പറയുന്നത് റമദാനിനോടാണ് നമ്മൾ വിട പറഞ്ഞിരിക്കുന്നത്, ഖുർആനിനോടല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഗ്രന്ഥവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ അതിന്റെ പഠനവും മനനവും ചിന്തയും ജീവിത മൈതാനിയിലെ അതിന്റെ പ്രയോഗവൽക്കരണവും ഒക്കെ സാധ്യമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.